ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ചെറിയ രീതിയിൽ മഴ പൊടിയുന്നുണ്ട് കേട്ടോ. ഇന്നും കണ്ടിട്ട് മഴയുള്ള ദിവസമാവാനാണ് ചാൻസ്. അപ്പം ഇന്ന് സൺഡേ ആണ്. അപ്പോൾ കാറ്റിസത്തിന് പോകണം. ഗ്രേസ് ഡേ റെഡി ആയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇപ്പം പറയേ. അമ്മ ഒന്ന് ക്യാമറ താത്തട്ടെ. അയ്യോ, ഞാൻ ഇന്നലെ പറഞ്ഞേ 5 മണിക്ക് വീടുന്നു. അമ്മ പറഞ്ഞു ഓക്കെ. ഞാൻ പറഞ്ഞ അലാമിന്റെ ചെവിയിൽ ഏറ്റവും എടുത്ത് വെച്ചിട്ട് ഏറ്റവും ലൗഡ് സൗണ്ട് ആക്കണമെന്ന്. അമ്മ അത് വെച്ചില്ല, എന്നെ 6 മണിക്ക് എണിപ്പിച്ചു. 6 മണിക്കല്ല എണിപ്പിച്ചേ, നിന്നെ ഞാൻ 6:45 എണിപ്പിച്ചേ. ഇനി കൊറേ സമയമുണ്ട്. 12 ഇപ്പൊ എത്ര? നിനക്ക് 12 ഇപ്പൊ എത്ര? ഇപ്പൊ 7:30 ആയിട്ടുള്ളൂ. അപ്പിന് എന്തോരം സമയമുണ്ട്. കാറ്റീസ് വെയിറ്റിനാ തുടങ്ങണേ. നമുക്ക് വേഗം പാല് കുടിച്ചിട്ട് പോകാം. അപ്പൊ അങ്ങനെ പിന്നെ മഴ ദിവസം ആയിരിക്കും ഞാൻ പാല് പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ആപ്രൺ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ദേ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ അടുക്കളയിലേക്കുള്ള ഡ്രസ്സ്. കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല. ഇതാണ് പുതിയ ഏപ്രൺ. 200 സംതിങ് ഉള്ളു റേറ്റ്. മിന്ത്രന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കറക്റ്റ് റേറ്റ് 200 സംതിങ് ആണ്. കറക്റ്റ് എനിക്കറിയില്ല. പ്രൊഡക്റ്റ് ഞാൻ നോക്കട്ടെ, ടാഗ് ചെയ്തേക്കാം. 2 എന്താ പറയുക, ചെറിയ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് കളറാണ് ഈ സൈഡിൽ. 2 സ്ഥലത്ത് ഒരു പൂ പോലെ കൊടുത്തേക്കണേ. അത് കാണാനൊക്കെ ഭംഗിയുണ്ട്, ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് ഒന്ന് വേണമെങ്കിൽ മുഷിയാം. ഈ സംഭവങ്ങളൊക്കെ ഓക്കെയാണ്. നമ്മുടെ അടുക്കളയിലത്തെ ഇനി എൻ്റെ കുക്കിംഗ് വീഡിയോസിലും നമ്മുടെ അടുക്കളയിലാണല്ലോ നമ്മൾ മെയിനായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് ചീത്തയാണ് വരെ ഇതുണ്ടാവും എൻ്റെ കൂടെ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ബ്ലാക്കും ഈ ഗോൾഡനൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് അങ്ങനെ ഏപ്രണങ്ങളൊന്നും ഇതുവരെ ഓർഡർ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്തേക്കണേ. എന്തായാലും കൊള്ളാട്ടോ. അത് ഏപ്രൺ കിട്ടിയ സന്തോഷം നിങ്ങളെ അറിയിച്ചെന്ന് മാത്രം. കാരണം ഞാനിപ്പോൾ അടുക്കളയിലൊക്കെ എപ്പോഴും നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഭവം എന്ന് പറയുന്നത് ഏപ്രണാണ്. കാരണം എൻ്റെക്കാളും കൗണ്ടർ ടോപ്പ് കുറച്ച് താഴ്ന്ന് നിൽക്കണം. എൻ്റെ ഹൈറ്റിൻ്റെ ഉള്ള ടൈപ്പല്ല കൗണ്ടർ ടോപ്പ്. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് എൻ്റെ മേലൊക്കെ നനയും. ഈ ഏരിയ വയറിൻ്റെ അവിടെ നിന്നുള്ള ഈ ഏരിയ എപ്പോഴും നനവ് വരും, ഡ്രസ്സൊക്കെ നനയും. അപ്പോൾ എപ്പോഴും ഏപ്രൺ ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ പറ്റാണെങ്കിൽ കൊടുത്തേക്കാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കിക്കോളും. ഗ്രേസോ പാല് റെഡിട്ടാ. അപ്പം അങ്ങനെ ഞാൻ കാപ്പി ഉണ്ടാക്കിട്ടാ. അപ്പയ്ക്കും ഉണ്ടാക്കിയിട്ടുണ്ട്, അമ്മയ്ക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. കാപ്പി ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞോളൂ. കടുപ്പം കുറഞ്ഞു പോയോ എന്നൊരു സംശയം. ഇച്ചിരി കടുപ്പം വേണം. ഗ്രേസ് അങ്ങനെ കാറ്റിസ്റ്റിന് പോകാൻ വേണ്ടി റെഡിയായി. പോവാം, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാം. അപ്പൊ ഗ്രേസിന് ഇനി സൺഡേ ക്ലാസ്സിലേക്ക് കൊണ്ടാക്കട്ടെ കേട്ടാ. കുർബാന കഴിഞ്ഞുണ്ടാവും. അമ്മ ഹെൽമെറ്റ് ബ്ലാക്ക് അല്ലേ? അമ്മ മൊത്തത്തിൽ ബ്ലാക്കാ അല്ലേ? ഗ്രേസിനെ കൊണ്ടാക്കി തിരിച്ചു വന്നോട്ടാ. പോയിപ്പോ ചെറുതായിട്ട് മഴ പൊടിഞ്ഞായിരുന്നു. പക്ഷെ മഴയൊന്നുമില്ല. നല്ല സൂപ്പർ ക്ലൈമറ്റ് ആണ്. അതായത് മഴയൊക്കെ പോയി നല്ല വെയിലുള്ള ദിവസമായിരിക്കും എന്ന് തോന്നുന്നത് കണ്ടിട്ട്. ദേവന്നെ. അപ്പൊ സ്റ്റീവ് ഓർക്കത്തിന് എന്നിട്ടു ഞാൻ അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളം കൊടുക്കാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്തിനാ? നിങ്ങളെ ടോയ്സ് കാണിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിക്കുന്നത്. അവൻ ടോയ്സ് എടുത്ത് കളിച്ചോണ്ടിരിക്കുക. എന്ത് സ്റ്റീവേ? ഇപ്പൊ വരാട്ടാ. ടോയ്സ് കാണിക്കാൻ വരാം. അതേ തന്നെ അമ്മീ കഴിഞ്ഞാ ടോയ്സ് കാണിച്ചു കഴിഞ്ഞാ
ഈ പോണ് അതെന്നിട്ടാ ഇത് ചേച്ചി കഴിഞ്ഞ സൺഡേ കാറ്ററിംഗ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയതാ. അത് ഒടിച്ചു വെച്ചതാ അവള് ബാഗില് ഫിറ്റ് ആവാൻ വേണ്ടി. എല്ലാം കഴിഞ്ഞപ്പോ ഇങ്ങനെ പിടിച്ചു ചേച്ചി. എന്നിട്ട് ഇങ്ങനെ നടന്നു. ആ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ചപ്പാത്തി സിമ്പിൾ ആയിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കാമെന്ന്. അതൊന്ന് കിടപടയുന്നത് പരിപാടി ചെയ്യും. So I can hold you in my arm. I will carry you on my shoulders as long as I'm able. Scare the monsters under your bed. Deep in the bite. പതി കുഴയ്ക്കുമ്പോ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ടാണ് കേട്ടോ കുഴക്കണേ. അപ്പൊ നല്ല സൂപ്പർ ആയിട്ട് വരും. Everything I can for you. You will grow up in the blink of an eye and move out and be on your own. Hello. But no matter what comes your way, I will say ഒരു മിനിറ്റ് പാത്രം കേട്ടാ. പുകം മോളി കയറ്. ഇവിടെ കണ്ട അമ്മ പറയാം. എന്തൊക്കെ ഫ്രണ്ട്സ് തന്നെ നിക്കട്ടെ. അമ്മ വരട്ടെ, അമ്മ വരട്ടെ. മീത്തും നാക്കല്ലേ പൊടി. നമുക്ക് ചപ്പാത്തി പരത്തലും ഉണ്ടാക്കലൊക്കെ ഒരുമിച്ച് ചെയ്യാം. നിക്ക് അമ്മ തരാം, അമ്മ ഫസ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കട്ടെ. എന്നിട്ട് വരാട്ടെ കൊച്ചിന്. ശിവ അമ്മനെ ഹെൽപ്പ് ചെയ്താ മതി. ഓക്കെ ആ മതി 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 മതി. ഇനി അമ്മ ചെയ്യാം. ശിവ ഒരു പാട്ട് പാടോ? പറയ്. അമ്മ സ്പെർമ പാട്ട് പാടും. സ്പെർമ മേത്താക്കല്ലേ. ആർക്ക് കുഴപ്പമില്ല. മേത്താക്കിയാലേ ഡ്രസ്സുമൊക്കെ പൊടിയാവില്ലേ. കുഴപ്പമുണ്ട്. ഫസ്റ്റ് വൺ പരത്തി കഴിഞ്ഞു. ഇനി അടുത്തത്. ഒരു മിനിറ്റ്. മറിച്ചിട്. മതി 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 മതി. മതി മതി. ഇവിടെ പൊടിയാവോ? ആ ഇനി അടുത്തത് സ്റ്റീവ് അങ്ങനെ കാണിച്ചാൽ മതി കേട്ടാ. കൈ മാറ്റി. നീ ബിഗ് ഇച്ചിരി കൂടി ബിഗ് ആവട്ടെ. എന്നിട്ട് ഫുള്ളായിട്ട് ചെയ്യാം. ഇപ്പൊ കുറച്ച് ചെയ്താൽ മതി കേട്ടാ. കുറച്ച് ചെയ്താൽ മതി. ആകാശത്തിലാ? എന്നിട്ട് ആകാശത്തിൽ പോണം. എടുക്കല്ലേ. അടുത്ത ബോള്
ഇടല്ലേ ഇടല്ലേ. നമുക്ക് പുതിയ സ്റ്റീവേ നമുക്ക് പുതിയ ഡ്രസ് മതി മതി മതി. ഇനി എടുക്കണ്ട കേട്ടോ പൊടി വേണ്ട. നീ റോൾ ചെയ്യണ്ട. ഇപ്പൊ റോൾ ചെയ്യണ്ട കേട്ടാ. ഫുള്ള് ില്ലേടാ പൊടി. അമ്മ പൊടിയിൽ മുക്കി തരാം. ഇനി ഗ്രേസ് സ്റ്റീവ് പൊടിയിൽ മുക്കരുത് കേട്ടാ. നേരത്തെ പോലെ സർക്കിൾ ആക്കിക്കോ. ഓക്കെ, സർക്കിൾ മീൻസ് പ്രസ് ചെയ്താൽ മതി. അത്ര മതി. ഇനി അടുത്തത് തരാം കേട്ടാ. ഓക്കെ, ഗ്രേസ് അവിടെ പോയി ചേച്ചി? അറിയില്ല. മറന്നുപോയി. അങ്ങനെ അങ്ങനെ കുത്തല്ല. കുഴപ്പമുണ്ട് കുഴപ്പമുണ്ട്. നല്ല ഫണ്ണല്ലേ എന്നാ? നല്ല ഫണ്ണാ. കണ്ടു കണ്ടു. അടുത്തത് അമ്മ ഇത് പരത്തട്ടെ ആദ്യം വെച്ചിട്ടാ. പ്രാർത്ഥിക്കണോ? പാട്ട് വെക്കുന്നില്ല. പാട്ട് പോയിക്കുന്ന play soda पर. Sodatko by Anirudh Ravichandran and Anthony Dasan from Jio Savan. Attention, attention. Alexa. This is daily limit. Stop. നമുക്ക് സ്റ്റീവ് പാട്ട് പാടണം. പാട്. കഴിഞ്ഞ പാട്ട് പാട്ട് പാടിയില്ലല്ലോ. മാറ്റി ഇവിടെ വെച്ചു. എവിടെ?
അമ്മ ഒന്നില്ല ഞാൻ തൊട്ടോളൂ പൊടി ഒന്നില്ല അടുത്തത് ഞാൻ ഷെഫായി പറ്റില്ല ഞാൻ കഴിക്കാൻ ചെയ്യൂട്ടോ ചൂട് കൊണ്ടുപോകും കൈ കഴുകാം. വേണ്ട. In the blink of an eye and move out and beyond your own. But no matter what comes your way, I will stay right here beside you to catch you if you fall. And deep and abiding, liking for you is all I need. Until my heart gives in, I will do everything I can. അപ്പൊ ഇനി അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. അല്ലെങ്കിൽ അതൊരു എന്താ പറയാ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അതേ പാത്രങ്ങളൊക്കെ കഴുകി വേഗം ക്ലീൻ ആക്കി തേങ്ങ പൊതിച്ച് ഞാൻ ദേ ഒന്നാമത്തെ തേങ്ങാപ്പാലും രണ്ടാമത്തെ തേങ്ങാപ്പാലും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്, സവോളയും ഇഞ്ചിയും പച്ചമുളകും കുറച്ച് വറ്റൽമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം ഒരു മുട്ടക്കറി റെഡിയാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൂട്ടാ. കുറച്ച് കടുക് പൊട്ടിക്കാണ്. ചിലി എനിക്കൊരു മണ്ടത്തരം പറ്റിയതാണ്. കടുക് ഞാൻ പൊട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കടുക് പൊട്ടിച്ചു പോയി. സാറില്ല, മുട്ടക്കറി ഞാൻ കടുക് പൊട്ടിക്കാറേ ഇല്ല. സാറില്ല, എന്തായാലും കടുക് പൊട്ടിപ്പോയില്ല. ആ ഒരു ഫ്ലോയില് ചെയ്തു പോയതാണ്. പക്ഷേ കടുക് പൊട്ടിക്കണ്ടായിരുന്നു. എന്തായാലും പച്ചമുളകും സവോളയും ഇഞ്ചി ഇട്ടുവിട്ടാ കടുക് പൊട്ടിച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെയ്യാത്തൊരു പ്രവൃത്തി ചെയ്തപ്പോൾ ഒരു മാനസികമായൊരിത്. അപ്പം അങ്ങനെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. All I need until my heart gives in. മുളകും കുറച്ച് ഒരു നാടൻ മുളകും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാരണം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. അധികം എരിവ് വേണ്ടെന്ന് വിചാരിക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പെട്ടെന്ന് സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടേ. ഇതൊന്ന് തിളച്ചിട്ട് മുട്ട കൊത്തി ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യണേ. പിന്നെ ഇതിനൊന്ന് പൊട്ടാണ്ട് പയ്യെ മറച്ചിടാം. ചെറുതായിട്ടൊക്കെ പൊട്ടും, എന്നാലും സൂക്ഷിച്ച് നമുക്ക് പറ്റണ പോലെ ഒന്ന് മറച്ചിടണം. യോഗം പോലെ ഇരിക്കും പൊട്ടലൊക്കെ. അപ്പോൾ അത്യാവശ്യം തിളച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിക്കുകയാണേ. ഇതൊന്ന് ജസ്റ്റ് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്താൽ നമ്മുടെ കറി റെഡി.
അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലിലല്ലാണ്ട് നോർമലി സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തേങ്ങയല്ല ഇങ്ങനെ മുട്ട നമ്മൾ തിളപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ തേങ്ങാപ്പാലാണെങ്കിൽ കഴിക്കാൻ ഇച്ചിരി കൂടി നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞതാണ് കേട്ടോ. അപ്പം ഇതേ ഫുഡ് കഴിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പോവാണ്. പിന്നെന്താ, പിന്നെ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് കുറേ പേര് കമൻറ്റ് വഴി ചോദിച്ചായിരുന്നു. 2-3 ആഴ്ചയായിട്ട് അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു. ഇപ്പോൾ അമ്മ പണ്ടത്തെ അത്ര ഉഷാറൊന്നും ആയിട്ടില്ല, എന്നാലും ബെറ്റർ ആണെന്ന് പറയാം. അത്രേ ഉള്ളൂ. ഫുഡൊന്നും കഴിക്കണമെന്ന് ഒട്ടും ഇഷ്ടമില്ല. എന്നാലും നമ്മൾ നിർബന്ധിക്കുമ്പോൾ ഒക്കെ കുറച്ചൊക്കെ കഴിക്കൂട്ടാ. എപ്പോഴും കിടക്കണം, ഉറങ്ങണം, ആ ഒരു ചിന്തയാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് അത് യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ, കമൻറ്റൊക്കെ ഇട്ടോളൂ. നമ്മൾ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടാണ്, എന്നാലും ഞാൻ മാക്സിമം ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. and above.